ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത്. ഒന്ന് സനയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ സനയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇത് തന്നെ പോയതിന് വേറൊരു കാരണം കൂടിയുണ്ട്. സനക്ക് എന്ത് ചെയ്താൽ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരാളാണ് കേട്ടോ. അവൾക്ക് ഹെയർ നീട്ടി വളർത്തുന്നതാണ് ഇഷ്ടം. എനിക്കും മുടി നീട്ടി വളർത്താനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ സ്കൂൾ വാനാണെങ്കിൽ മോർണിംഗ് 7:45 ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. ആ ടൈമിലാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി കെട്ടി വെച്ചിട്ട് കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത്. അപ്പോൾ ഇവരുടെ സ്കൂളിലാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ളവർ മുടിയുള്ളവരാണെങ്കിൽ പോണിറ്റെയിൽ കെട്ടുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ലെങ്ത് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാമെന്ന് ഓർത്തത്. ഒരുപാട് ദിവസമായിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി അവളെ വിളിക്കുന്നത്, പക്ഷേ എന്തേത് അവൾ വരില്ല. പിന്നെ ഇന്ന് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ മുടിയും കൂടി വെട്ടാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ആളൊന്ന് വന്നത് തന്നെ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഹെസായുടെ ഹെയർ ഇതിന് മുമ്പ് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഷോൾഡർ ലെവൽ വരെ കട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും സന സമ്മതിച്ചില്ല. കുറച്ച് ലെങ്ത് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് പിന്നെ ഞാൻ അത്രയും വെച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഹെയർ അയച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ വിടുന്നത്. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ബർത്ത്ഡേ ആർട്ടിയാന്ന് പറഞ്ഞില്ലല്ലോ, ഹയാസിൻ്റെ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ. ഹയാസിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പത്തെ ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കേക്കയുടെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഉദാഹരണം ഉണ്ടായി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. പക്ഷേ ആ ഐറ്റം എവിടെ കിട്ടുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓൺലൈനിൽ നിന്നാണോ പർച്ചേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നില്ല. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഷോപ്പിൽ കയറി നോക്കി. അപ്പോൾ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോയി നോക്കിയത്. അവിടെ ടോയ്സും ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഐറ്റം ഉണ്ടായിരുന്നില്ല. അന്ന് പോട്ടെ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് ഓർത്തപ്പോഴും കാര്യമായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ പിള്ളേർ കളിക്കുന്ന കാറും എയറോപ്ലെയിൻ അങ്ങനത്തെയൊക്കെ സംഭവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല, അവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ദൂരമുള്ള ഷോപ്പിലേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. മാത്രമല്ല ഗിഫ്റ്റും കൈ പിടിക്കണമല്ലോ എന്ന് ഓർത്ത് പിള്ളേർ നേരെ വീട്ടിലേക്കാക്കി. അപ്പോൾ വീട്ടിലേക്കാക്കാൻ അവരെന്തെങ്കിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സനാനെ ഞാൻ സോപ്പിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് നേരെ പിന്നെ അവരെ വീട്ടിൽ കൊണ്ടാക്കി. അതിനുശേഷം നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയി. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസിനൊക്കെ പറ്റിയ ടെഡി ബെയർ, ബാർബി ഡോൾ, അതുപോലെ തന്നെ ഫ്രോസൻ്റെ ഡോൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗേൾസിന് മാത്രമല്ല ബോയ്സിനും പറ്റിയ ഒരുപാട് ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാണ്ട് കാലിഗ്രാഫി ഐറ്റംസും ഉണ്ടായിരുന്നു. മാഷാ അല്ലാ, ആയത്തുൽ കുർസി അങ്ങനത്തെയൊക്കെ ബോർഡ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു മാഗ്നറ്റിൻ്റെ ഐറ്റമാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. ഇതൊരു ബിൽഡിംഗ് ബ്ലോക്സ് വെക്കണത് പോലെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കണതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ പിള്ളേർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഹെജാനെ പോലുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമായിരുന്നു അത്. അതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച സെയിം ഐറ്റം അവിടെ കണ്ടത്. ഈ ക്യാരം ബോർഡാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്യാരം ബോർഡ് മാത്രമല്ല അതിൽ ലുഡോയും കളിക്കുക, അതുപോലെ തന്നെ സ്നേക്ക് ആൻഡ് ലാഡർ കൂടി കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കസിൻസിൻ്റെ പിള്ളേർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് അവിടെ നിന്ന് ഓൺലൈനാണോ വാങ്ങിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നില്ല. അതുകൊണ്ട് ഇത് വാങ്ങിക്കണമെന്നൊരു ഉദ്ദേശമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റും കൂടി വാങ്ങിച്ചായിരുന്നു. സാധനത്ത് പറഞ്ഞത് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ അവർക്കും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ നമ്മൾ ഗിഫ്റ്റ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ്. അയാൾ ആദ്യമേ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെസ്സാണോ എന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായോ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.